അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഈ ചാലിയാറിൻ്റെ കാര്യമാണ്. ചാലിയാറിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ അത് ഇന്നും നമ്മൾ കണ്ടു. അത്തരത്തിൽ പുതിയ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ആ രീതിയിൽ ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ ആ പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. അത് എവിടെ കരയ്ക്കടിയുമെന്നറിയില്ല എന്നൊക്കെ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണീർ പുഴയായി ഇപ്പോഴും ഒഴുകുകയാണ് ചാലിയാർ. ഇതുവരെ 147 മൃതദേഹങ്ങളാണ് പുഴയിൽ നിന്ന് മാത്രം കണ്ടെത്തിയത്. ദുരന്തഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ വരെ മരവിച്ച ശരീരഭാഗങ്ങൾ ഇവയൊക്കെ ഒഴുകിയെത്തി. ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ദുരന്തം ചാലിയാർ പുഴയെ കണ്ണീർ പുഴയാക്കി. മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതിരുന്നിട്ടും വാണിയമ്പുഴ ഇരുട്ടുകുത്തി അപ്പൻകാപ്പ് പ്രദേശത്തെ ആദിവാസി കുടുംബങ്ങൾ കാവലിരുന്നു. ആ നടുക്കത്തിൽ നിന്ന് ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഓരോ ആൾക്കാരെ ഓരോ കഷ്ണങ്ങൾ, ഓരോ കയ്യും കാലും, അങ്ങനെ ഓരോ മുറികൾ, അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു പ്രളയം വന്നതും ഞങ്ങൾക്ക് ഇന്ന് വരെ കാണാത്തൊരാൾക്കാരാണ്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറുകയാണ്. കണ്ണടച്ചാൽ ഉറങ്ങാൻ കഴിയുന്നില്ല. മുന്നിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങളുടെ മുഖമാണ്. ഒത്തിരി പ്രളയങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കാവലിരിക്കേണ്ടി വന്നത് ഇതാദ്യം. ഇടറിയ വാക്കുകളിൽ ഞെട്ടൽ മാറാത്ത അവരുടെ അവസ്ഥ വ്യക്തം. അത് മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്ങനെ കിടന്നാലും, എങ്ങനെ മറിഞ്ഞ് കിടന്നാലും, തിരിഞ്ഞ് കിടന്നാലും, മലന്ന് കിടന്നാലും അതേ കണ്ണും ഇത് കാണുകയാണ്. ഓരോ കഷ്ണങ്ങളും, ഓരോ മുറികളൊക്കെ. അത് എന്താ പറയുക, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്ത് പറയാനാണ്. അത് ഒന്നും കിട്ടാത്തൊരവസ്ഥയായി പോയതൊന്നും. ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ഒരു ജനവാസ മേഖലയെ ആകെ തുടച്ചു നീക്കിയപ്പോൾ പ്രകൃതി ചില മനുഷ്യരെ എത്തിച്ചത് കലിതുള്ളിയെത്തിയ ചാലിയാറിലേക്കായിരുന്നു. ഇവിടെ എത്തിയ മനുഷ്യ ശരീരങ്ങൾക്ക് സംരക്ഷണ ഭിത്തി തീർത്തത് ഇവിടുത്തെ ആദിവാസികളായിരുന്നു. ഇവർക്ക് ഇപ്പോഴും മറക്കാനാവുന്നതല്ല ആ ദൃശ്യങ്ങളും ആ അനുഭവങ്ങളും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട് ആ നാടിനെ ഒന്നാകെ. അവിടെ നഷ്ടപ്പെട്ടവർക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം അത് എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് കൃത്യമായി അധികൃതർ ആലോചിക്കുന്നുമുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് അവർ വരികയും ചെയ്യും. പക്ഷേ സഹായം, പൊതുസമൂഹത്തിൻ്റെ സഹായം അത് അത്യാവശ്യമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അങ്ങനെ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന അഭ്യർത്ഥന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ, സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി, അത് മനസ്സിലാക്കി തരുന്ന ഒരുപാട് പ്രതികരണങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. എന്താണ് പറയുക, രക്ഷ തേടി അലഞ്ഞ് ഒരുപാട് മണിക്കൂറുകൾ നടന്ന് മണിക്കൂറുകൾ കാത്തു നിന്ന് ഒരുപക്ഷെ അവസാനം രക്ഷാകരം തേടിയെത്തിയ കഥകൾ ഒരുപാട് പേർ പങ്കുവെക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. പക്ഷേ ഇതെല്ലാവരും ഓരോ രീതിയിൽ അത് അനുഭവിച്ചവരാണ്. അത് പിന്നീട് അങ്ങോട്ടത് പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് അതിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇന്നത്തരത്തിൽ ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കാണുകയും ചെയ്തു. ഇനിയും മനസ്സിലാക്കാനുള്ളത് ഈ ചൂരൽമലയിലൊക്കെ അവശേഷിക്കുന്ന ചില മേഖലകളുണ്ട്. അവിടെ നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ടാണ് മാറിപ്പോയത്? ഇവരിനി ഏതെങ്കിലും ക്യാമ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? പല ക്യാമ്പുകളിലായി കഴിയുന്ന ബന്ധുക്കളുണ്ട്. അതായത് ഒരു കുടുംബത്തിൽ തന്നെയുള്ള 1-2 പേർ ഒരു ക്യാമ്പിൽ, അല്ലെങ്കിൽ ഒരാൾ മാത്രം ഒരു ക്യാമ്പിൽ, മറ്റുള്ളവർ മറ്റു ക്യാമ്പുകളിലൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ അറിയുന്നില്ല ആരൊക്കെ എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ക്രോഡീകരിച്ച് ക്രമപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി അവിടുന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ക്യാമ്പുകളിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു 3 വയസ്സുള്ള കുട്ടി ഒരു ക്യാമ്പിൽ ഉണ്ട് എന്ന കാര്യം പറഞ്ഞത്. ആ കുട്ടിക്ക് ആരാണ്, എവിടെയാണ്, എന്ത് കാര്യങ്ങളൊന്നും അറിയില്ല. അച്ഛനും അമ്മയും ഒന്നും ആ കുട്ടിയുടെ ഒപ്പം ഇല്ല. അവർ മറ്റു ക്യാമ്പുകളിലുണ്ടോ അല്ലെങ്കിൽ മറ്റവർ എവിടെയെങ്കിലും ആണോ എന്ന കാര്യം പോലും അറിയുന്നില്ല എന്നൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ടുള്ളത്. നമ്മൾ ഈ ദുരന്തം നടന്ന അന്നു മുതൽ കാണുന്ന കാഴ്ചകൾ ആശുപത്രികളിലേക്കും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്കും പ്രിയപ്പെട്ടവരുണ്ടോ എന്ന ആകുലതയോടെ ഓടി വരുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇപ്പോൾ ഈ പ്രജിൻ പറഞ്ഞതുപോലെ 3 വയസ്സുകാരനായ കുട്ടിയുണ്ടെങ്കിൽ, അത്തരത്തിൽ ഈ ചെറിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ ആരാണല്ലോ, അവരുടെ കൂടെയുള്ളവർ എവിടെയാണ്, അത്തരത്തിൽ വിവരങ്ങൾ നൽകാൻ കഴിയാത്തവരായിരിക്കും. അത്തരമുള്ളവരെ അടക്കം സ്പെസിഫിക്കായി കണ്ടെത്തിക്കൊണ്ട് അവരെയൊക്കെ ഉറ്റവരുടെ അടുത്ത് എത്തിക്കാനുള്ള ഒരു ഏകോപനം തീർച്ചയായും ഉണ്ടാകും. കാരണം ഇന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ക്യാമ്പുകൾ ഒരു ഏകോപന സ്വഭാവം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഈ നമ്മൾ റെസ്ക്യൂയുടെ ഭാഗമായി എത്തിക്കുന്ന ഭക്ഷണങ്ങളും ഇത്തരം കാര്യങ്ങളും അടക്കം ഒരു സെൻട്രലൈസ് സിസ്റ്റത്തിലേക്ക് കൊടുത്ത് അവിടുന്ന് വിതരണം ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലാതെ പറയാം.
ഭയം. അതിനോടൊപ്പം നമ്മളിപ്പോൾ കണ്ടതാണ് ഇന്നലെ, അതായത് നിലമ്പൂരിൽ നിന്ന് ഇന്നലെ അടക്കം മൃതദേഹങ്ങൾ CHC-യിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇന്ന് നിലമ്പൂരിലെ ആശുപത്രികളിൽ നിന്ന് അത്തരത്തിലൊരു മൃതദേഹ എത്തിക്കൽ ഉണ്ടായിട്ടില്ല. അതായത് തിരിച്ചറിയാൻ ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന ഒരു നടുങ്ങുന്ന സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നാളത്തെ ഒരു രക്ഷാദൗത്യം, അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഗോൾഡൻ അവേഴ്സ് ഏകദേശം അത് പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് എവിടെയെങ്കിലും എന്തെങ്കിലും ജീവന്റെ കണികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനിയുള്ള നാളത്തെ രക്ഷാദൗത്യത്തിലടക്കം ഇത്തരത്തിൽ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധന, ചിലപ്പോൾ ഐബോർഡ്, ഇപ്പോൾ നമ്മൾ ഈ ശിരൂരിലടക്കം ഉപയോഗിച്ച ഐബോർഡ് പരിശോധന ചിലപ്പോൾ സാധ്യമാകുന്നതിൽ ഉറപ്പ് പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് തെർമൽ സ്കാനിംഗ് ഒക്കെ വെച്ചിന്ന് പരിശോധന നടത്തിയാണ്. അപ്പോഴും നമ്മൾ ഒട്ടും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആഗ്രഹിക്കാത്ത വാർത്ത തന്നെയാണ് വരുന്നത്. അവിടെയൊന്നും മനുഷ്യജീവന്റെ കണികളില്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ഒരു നല്ല വാർത്ത ഉണ്ടാകുമെന്ന്. അതായത് നാളത്തെ രക്ഷാദൗത്യം അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറുമെന്ന് പറയാൻ കാരണം ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ടൊക്കെ നമ്മൾ നേരിട്ട പ്രതിസന്ധി ഒരു ശക്തമായ, അത് ചൂരൽമല പാലം തകർന്നു, പകരം ചൂരൽമലയും മുണ്ടക്കയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു ബലമുള്ള പാലമില്ല എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകരടക്കം താൽക്കാലികമായ നടപ്പാലത്തിലാണ് പോയത്. കഴിഞ്ഞ ദിവസം മഴ ശക്തമായതോടെ ആ പാലം മുങ്ങിയതടക്കം നമ്മൾ കണ്ടു. ഇപ്പോൾ നാളെ മുതൽ ഇതിൽ ഒരു വലിയ പരിഹാരം കാണുന്നു. വളരെ ധൈര്യത്തോടെ തന്നെ പാലം മുണ്ടക്കയിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും മിലിറ്ററി ഇന്ന് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദുരന്തമുഖത്തെങ്കിലും ഒരു അല്പം ചെറിയൊരു ആശ്വാസ വാർത്ത. ദുരന്തത്തിന് കൂടുതൽ ത്വരിതപ്പെടും. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാക്കാനാകും എന്നൊരു ആശ്വാസം മാത്രമാണ് ദുരന്തമുഖത്ത് നമുക്ക് ഇന്ന് വന്ന വാർത്ത. അതിൻ്റെ ഒരു ജിയോഗ്രഫി നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. ക്ലൈമറ്റ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. പലപ്പോഴും ഓറഞ്ച് അലേർട്ടാണ് കൊടുക്കുന്നതെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ മഴ പെയ്യുന്നു. ഇടയ്ക്ക് രക്ഷാപ്രവർത്തനം നിർത്തി മുണ്ടക്കയിൽ നമ്മൾ ഈ കണ്ടതാണ്, പുഞ്ചിരിമട്ടം ഭാഗത്തൊക്കെ ടോപ്പിലുണ്ടായിരുന്ന തിരച്ചിലൊക്കെ ചില ഘട്ടങ്ങളിൽ നിർത്തി ഈ രക്ഷാപ്രവർത്തനയുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് അവർ പിന്നോട്ട് പോയി. പിന്നീട് മഴ കുറഞ്ഞപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ചില സമയത്ത് പ്രകൃതി തന്നെ ഇടവേളകൾ എടുപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അത്തരത്തിൽ ആ ക്ലൈമറ്റുകൾ, അതായത് അവിടുത്തെ ഒരു കാലാവസ്ഥ ഈ നമ്മുടെ രക്ഷാദൗത്യത്തിന് വലിയ പ്രതിസന്ധിയാകുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ അവിടുത്തെ കാലാവസ്ഥയും നാളത്തെ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. പ്രജിൻ, തീർച്ചയായിട്ടും സുഹൈൽ പറഞ്ഞതുപോലെ ഇന്ന് പുഞ്ചിരിമട്ടം ആ മേഖല ഒന്നാകെ ഇല്ലാതായി എന്ന് തന്നെ തീർത്തും പറയാം. ഈ മുണ്ടക്കൈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് പുഞ്ചിരിമട്ടം. അവിടെയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നതും ആ മേഖല തന്നെയാണ്. ആ മേഖല ഒന്നാകെ ഒലിച്ചുപോയി. അതൊരു വലിയ വിടവിലേക്ക്, ആ മേഖലയാകെ രണ്ടായി പിളർത്തിക്കൊണ്ടാണ് ഉരുള് പൊട്ടി ഇറങ്ങി വന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പുഞ്ചിരിമട്ടത്തെ ദൃശ്യങ്ങൾ, അത് പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്രമാത്രം ഭീകരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് പുഞ്ചിരിമട്ടത്തു നിന്നും കണ്ടെത്തിയത്. അവിടെ കിലോമീറ്ററുകൾ ദൂരത്തിലാണ് ഈ രണ്ടായി പിളർന്നു പോയ അവസ്ഥ നമ്മൾ കണ്ടത്. അങ്ങനെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങൾ ഇന്ന് നമുക്ക് പുഞ്ചിരിമട്ടം ഭാഗത്തുനിന്നും ലഭിക്കുകയും ചെയ്തു. നിരവധി പേർ ഇപ്പോഴും കാണാനില്ല എന്ന വാർത്തയിലാണ് നമ്മുടെ വലിയ ആശങ്കയുള്ളത്. ഇവർ എവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ, അല്ല അവർക്ക് ആ വലിയ ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക. അങ്ങനെയെങ്കിൽ കൂടുതൽ മരണനിരക്ക് ഉണ്ടാകും എന്ന വാർത്ത കൂടി ഇന്ന് അവിടെ നിന്നും അധികൃതർ നൽകി. ഒരുപക്ഷെ ഈ മരണനിരക്ക് ഉയർന്നേക്കാം, ഒരുപക്ഷെ എന്നല്ല, മരണനിരക്ക് ഉയർന്നേക്കാം എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവിടുത്തെ അധികൃതർ. കാരണം ഈ രീതിയിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ പേടിക്കുന്നത് പോലെ ഒരു വാർത്തയായി മാറും എന്നാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ മരണസംഖ്യ നാളെയൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്ന ആ വലിയ ദുഃഖസത്യം അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യുകയാണ്.